നമസ്തേ, എൻ്റെ സ്പോക്കൺ ഇംഗ്ലീഷ് ചാനലിൻ്റെ 4ാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇംഗ്ലീഷ് പരിപൂർണമായിട്ടുള്ള ഗ്രാമറൊക്കെ ചേർന്ന കംപ്ലീറ്റ് സെൻറ്റൻസ് സംസാരിച്ചാൽ മാത്രമേ ഇംഗ്ലീഷ് സംഭാഷണം ശരിയാകൂ എന്ന് പേടിച്ച് സംസാരിക്കാതിരിക്കുന്ന ഒരുപാട് ഇംഗ്ലീഷ് അറിയാവുന്ന ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അവർ മനസ്സിലാക്കുക, സാധാരണ സംഭാഷണത്തിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ ഇപ്പോൾ ഈ വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന ഒരു 1-2 സംഭാഷണശകലങ്ങളുണ്ട്, നിങ്ങൾ കേട്ടു നോക്കുക. അത് നമ്മൾ മുൻ വീഡിയോയിൽ 3 വീഡിയോയിൽ ഇതുപോലെ തന്നെയുള്ളതാണ് കൊടുത്തിട്ടുള്ളത്. അതും കേട്ട് നോക്കുക, ശരിക്കും മനസ്സിലാക്കിയെടുക്കുക, നിങ്ങളത് പ്രയോഗിക്കുക, അത് നാവുകൊണ്ട് ഉച്ചരിക്കുക. ഇത്രയേ ആവശ്യമുള്ളൂ. നിങ്ങൾക്ക് മറ്റുള്ളവരോടത് പറയാനായിട്ട് ധൈര്യം കാണിക്കുക. അപ്പോൾ നമ്മുടെ ഇംഗ്ലീഷ് കറക്റ്റായിട്ട് വരും. നമ്മളിപ്പോൾ ഞാൻ കൊടുക്കുന്ന ഗ്രാമറില്ലാതെ കൊടുക്കുന്ന ചെറിയ സെൻറ്റൻസുകളൊക്കെ നിങ്ങൾ അങ്ങനെ ഉപയോഗിക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ള പേടി ഉണ്ടെങ്കിൽ നിങ്ങളിത് പറഞ്ഞ് ശീലിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പേടി മാറും. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. നമുക്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എവിടെയാണ് എന്നൊരാളോട് ചോദിക്കണം വഴിയിൽ വെച്ചിട്ട്. ഏകദേശം അടുത്താണെന്ന് നമുക്കറിയാം. അപ്പോൾ ഒരു അപരിചിതനായിട്ടുള്ള സ്ട്രേഞ്ചറായിട്ടുള്ള ഒരാൾ അവിടെ നിന്ന് വരുന്നു, അപ്പുറത്തുനിന്ന് വരുന്നു, അയാളോട് നമ്മൾ ചോദിക്കുകയാണ്. സാധാരണ മറ്റുള്ളവരോട് ചോദിക്കുമ്പോൾ നമ്മൾ എക്സ്ക്യൂസ് മീ ചോദിച്ചിട്ട് വേണം ബാക്കി ചോദിക്കാൻ. ചോദ്യം എങ്ങനെയാണ്? എക്സ്ക്യൂസ് മീ, SBI പ്ലീസ് എന്ന് നമ്മുടെ ചോദ്യം. ക്ഷമിക്കണം, SBI എവിടെയാണ് എന്നാണ് ചോദ്യം. അയാൾ കേട്ടില്ല എന്നാണ് പറയണമെങ്കിൽ അയാൾ സോറി എന്ന് പറയും. സോറി. അപ്പോൾ നമ്മൾ ഒന്നും കൂടി വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കണം. SBI, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. അങ്ങനെ വ്യക്തമായിട്ട് പറയുമ്പോൾ അയാൾക്ക് മനസ്സിലാവുക, അയാൾ പറയുകയും ചെയ്യും, ദിസ് വേ സ്ട്രെയിറ്റ്, ഈ വഴി നേരെ, 3rd ബിൽഡിംഗ്, 3ാമത്തെ കെട്ടിടമാണ്. ഇനി ദിസ് വേ സ്ട്രെയിറ്റ് എന്നുള്ളതിന് വേണമെങ്കിൽ ഗോ ദിസ് വേ സ്ട്രെയിറ്റ് എന്ന് കൂട്ടി പറയാം, വേണമെന്നില്ല. അപ്പോൾ നമുക്ക് സംശയം, ഇടതുവശത്താണോ വലതുവശത്താണോ, റൈറ്റ് ഓർ ലെഫ്റ്റ്? ആൻസർ പറയുന്നു വലതുവശത്താണ്, റൈറ്റ്. നമ്മൾ നന്ദി പറയുന്നു, താങ്ക് യു. ഈ ഒരു സംഭാഷണം നിങ്ങൾ നോക്കുക. ഈ എക്സ്ക്യൂസ് മീ, SBI പ്ലീസ്, SBI എവിടെയാണ് എന്ന് ചോദിക്കാനായിട്ട് നമ്മൾ ചോദിച്ച ചോദ്യമാണ് SBI പ്ലീസ് എന്നാണ്. ഇതിന് സാധാരണ രീതിയിൽ ആളുകൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ നിങ്ങൾ കണ്ടോളൂ. വേർ ഈസ് SBI എന്ന് ചോദിക്കുന്നവരുണ്ട്. കുഡ് യു ടെൽ മീ വേർ SBI ഈസ് എന്ന് ചോദിക്കുന്നവരുണ്ട്. ക്യാൻ യു ഷോ മീ വേർ ഈസ് SBI എന്ന് ചോദിക്കുന്നവരുണ്ട്. ഹൗ ക്യാൻ ഐ ഗെറ്റ് ടു SBI എന്ന് ചോദിക്കുന്നവരുണ്ട്. ഈ ചോദ്യങ്ങളൊക്കെ നമുക്ക് ഈ SBI പ്ലീസ് എന്ന ഒറ്റ ചോദ്യം കൊണ്ട് എളുപ്പം ചോദിച്ചെടുക്കാം. ഇനി നമുക്ക് ചോദിക്കാനുള്ളത് ഇടത്തേക്ക് തിരിയണോ വലത്തേക്ക് തിരിയണോ എന്നുള്ളതാണ്. ടേൺ ലെഫ്റ്റ് ഓർ റൈറ്റ്. അത് ഷുഡ് ഐ ടേൺ ലെഫ്റ്റ് ഓർ റൈറ്റ് എന്നുള്ളത് ചോദ്യത്തിൻ്റെ ചുരുക്കരൂപമാണ്. ആൻസർ ടേൺ റൈറ്റ് അറ്റ് ദ പോസ്റ്റ് ഓഫീസ്. പോസ്റ്റ് ഓഫീസിൻ്റെ അടുക്കെത്തുമ്പോൾ റൈറ്റിലേക്ക് തിരിയുക. ടേൺ റൈറ്റ് അറ്റ് ദ പോസ്റ്റ് ഓഫീസ്. അറ്റ് എന്നുള്ളത് വേർഡ് അവിടെ പഠിച്ചു വെച്ചാൽ നന്നായിരിക്കും. ടേൺ റൈറ്റ് അറ്റ് ദ പോസ്റ്റ് ഓഫീസ്. പോസ്റ്റ് ഓഫീസിൻ്റെ അടുക്കെത്തുമ്പോൾ വലതുവശത്തേക്ക് തിരിയുക. ഇനി അടുത്ത ചോദ്യം, എനി ഹോസ്പിറ്റൽ നിയർ ഹിയർ? ഇവിടെ അടുത്തെവിടെയെങ്കിലും വല്ല ഹോസ്പിറ്റലുണ്ടോ, ആശുപത്രി ഉണ്ടോ എന്നാണ്. അത് പൂർണ്ണമായി ചോദിക്കേണ്ടി വരുമ്പോൾ ഈസ് ദെയർ എനി ഹോസ്പിറ്റൽ നിയർ ഹിയർ എന്ന് ചോദിക്കേണ്ടി വരും. അതിൻ്റെ ആവശ്യമില്ല. ആൻസർ യെസ്, 2 kilometers ഫ്രം ഹിയർ. ഇവിടെ നിന്ന് 2 കിലോമീറ്റർ പോകണം എന്നർത്ഥം. ഇനി അടുത്ത ചോദ്യം, ഗോ പാസ്റ്റ് ദ സ്കൂൾ. സ്കൂൾ കഴിഞ്ഞ് പോകണോ എന്ന് ചോദിക്കുന്നതിന് ഗോ പാസ്റ്റ് ആണ്. ഗോ പാസ്റ്റ് ദ സ്കൂൾ. അവിടെ ദ വേണം നിർബന്ധമില്ല ഈ പറഞ്ഞ സ്ഥലത്തൊക്കെ, നമുക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം. ഗോ പാസ്റ്റ് ദ സ്കൂൾ. ചോദ്യം ഷുഡ് ഐ ഗോ പാസ്റ്റ് ദ സ്കൂൾ എന്നാണ്. ഇനി എൻ്റെ ആൻസർ യെസ്, ടേക്ക് ദ ഫസ്റ്റ് ടേൺ ഓൺ യുവർ ലെഫ്റ്റ്. വേണം ഫസ്റ്റ് ടേൺ, ആദ്യത്തെ വളവ് ഓൺ യുവർ ലെഫ്റ്റ്, ലെഫ്റ്റിലേക്കുള്ള ഇടതുവശത്തേക്കുള്ള ആദ്യത്തെ വളവിൽ കയറുക, വളവേ പോവുക എന്നർത്ഥം. ഇനി
ഈ ചോദ്യങ്ങൾക്ക് ഒന്നും ഉത്തരം നമുക്ക് അറിയില്ലെങ്കിൽ ഇങ്ങനെ പറയാം, സോറി ഡോണ്ട് നോ, സോറി ഡോണ്ട് നോ, സോറി എനിക്കറിയില്ല. പൂർണ്ണമായിട്ട് പറയുമ്പോൾ സോറി ഐ ഡോണ്ട് നോ എന്ന് പൂർണ്ണമായിട്ട് പറയണമെന്നൊന്നുമില്ല. ഇനി ഇന്നത്തെ സ്പെഷ്യൽ വേർഡാണ്, സ്പെഷ്യൽ ഫ്രേസാണ്, സ്പോക്കൺ ഫ്രേസാണ് ഗെറ്റ് ഔട്ട് ഓഫ് ദ റോഡ് എന്നാണ്. ഗെറ്റ് ഔട്ട് ഓഫ് ദ റോഡ്, അതായത് വഴിയിൽ നിന്ന് മാറിക്കടോ എന്നാണ്. വഴിയിൽ നിന്ന് മാറിക്കടോ, വഴിയിൽ നിന്ന് മാറി നിൽക്കടോ എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. ഗെറ്റ് ഔട്ട് ഓഫ് ദ റോഡ്. അത് ശരിക്കും പറഞ്ഞാൽ റൂഡാണ്, ശരിക്കും റഫായിട്ട് പറയുന്ന ഒരു ഫ്രേസാണ്. എങ്കിലും മാറിയേക്ക് എന്ന് പറയുന്നതിന് നമുക്ക് ഇത് ഉപയോഗിക്കാം. വഴിയിൽ നിന്ന്, റോഡിൽ നിന്ന് മാറി നിൽക്കുക അല്ലെങ്കിൽ വഴിയിൽ നിന്ന് മാറി നിൽക്കുക എന്ന് പറയുന്നതിനും ഇത് ഉപയോഗിക്കാം. ഗെറ്റ് ഔട്ട് ഓഫ് ദ റോഡ്. ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. പുതിയതായിട്ട് കാണുന്നവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും എന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, താങ്ക് യു.